നമസ്കാരം പ്രിയപ്പെട്ട ഫുട്ബോൾ പ്രേമികൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോ ക്വാളിറ്റിക്കും അതുപോലെ വോയിസ് ക്വാളിറ്റിക്കും പിഴവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അല്ലെങ്കിൽ കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ 10ാം സീസണിലെ ഹൈദരാബാദ് FC-യുടെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ലീഗ് തലത്തിലെ അവസാന മത്സരമായിരുന്നു ഇന്ന് നടന്നത്. മത്സരം അവസാനിച്ചപ്പോൾ 1-3 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് FC-യെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. മത്സരത്തിന്റെ 34ാം മിനിറ്റിൽ തന്നെ ഐമനിലൂടെ ഗോൾ കണ്ടെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ദേസൂക്കെ സക്കായിലൂടെ മത്സരത്തിന്റെ 51ാം മിനിറ്റിൽ ലീഡ് ഉയർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു. പിന്നീട് നിഹാൽ സുധീഷിലൂടെ മത്സരത്തിന്റെ 81ാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ 3-ലേക്ക് എത്തിച്ചു. മാത്രമല്ല ജാഓ വിക്ടർ മത്സരത്തിന്റെ 88ാം മിനിറ്റിൽ ഗോൾ കണ്ടെത്തുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് ഹൈദരാബാദ് FC ഒരു ഗോളിലേക്ക് എത്തുന്നത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരുപാട് താരങ്ങൾ ഇന്ന് വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഏതാണ്ട് എല്ലാ താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്ന് സൂപ്പർ താരമായിട്ടുള്ള ഐമൻ 1 ഗോളും 1 അസിസ്റ്റും സ്വന്തമാക്കിയപ്പോൾ മറ്റു 2 ഗോളുകളുടെ അസിസ്റ്റ് സ്വന്തമാക്കിയത് സൂപ്പർ താരമായിട്ടുള്ള സൗരവ് മൊണ്ടലായിരുന്നു. അതുപോലെ തന്നെ ലാറ ശർമ്മയും ഇന്ന് മികച്ച രീതിയിലുള്ള ഗോൾ കീപ്പിംഗ് ആണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.